കപ്പലപകടത്തിൽ MSC കമ്പനിയോട് നഷ്ടപരിഹാരം ആവശ്യപ്പെടാനുള്ള സർക്കാർ നീക്കം അതൊരു പ്രധാനപ്പെട്ട നടപടിയായിരുന്നു. പക്ഷേ ആ നീക്കത്തിൽ സർക്കാരിന് ഹൈക്കോടതിയിൽ പാളിച്ച സംഭവിച്ചിരിക്കുകയാണ്. 9,531 കോടി രൂപ ആവശ്യപ്പെട്ട സർക്കാരിന് ഇപ്പോൾ ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്നത് 1,227.62 കോടി രൂപ മാത്രമാണ്. അതായത് ആവശ്യപ്പെട്ടതിൻ്റെ 4/1 പോലും ഹൈക്കോടതിക്ക് അർഹതപ്പെട്ടതായി ബോധ്യപ്പെട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇവിടെ ഇന്ധന മലിനീകരണം മുതൽ മത്സ്യമേഖലയ്ക്കുണ്ടായ നഷ്ടം വരെ അക്കമിട്ട് നിരത്തിക്കൊണ്ടായിരുന്നു സർക്കാർ ഈ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടത്. ഇത്രയും വലിയ തുക നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതിനെ MSC കമ്പനി കോടതിയിൽ എതിർക്കുകയും ചെയ്തു. യാതൊരുവിധ അടിസ്ഥാനവുമില്ലാത്ത കണക്കെന്നായിരുന്നു അവരുടെ ആരോപണം. അതിൽ ഇന്ന് കോടതിയുടെ ഉത്തരവിൽ തന്നെ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇന്ധന മലിനീകരണത്തിൻ്റെ കാര്യത്തിൽ. അതിൽ സർക്കാർ വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്ന് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചപ്പോൾ ആ റിപ്പോർട്ട് പോലും സർക്കാരിൻ്റെ ഈ വാദത്തിന് ഉപോത്ബലകമല്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. വളരെ ചെറിയ പാട മാത്രമാണ് ഇന്ധനമായി ഒഴുകിയെത്തിയത് എന്നത് ആ റിപ്പോർട്ട് തന്നെ വിശദീകരിക്കുന്നുണ്ട് എന്ന് കോടതി ഈ ഉത്തരവിൽ എടുത്തു പറയുന്നുണ്ട്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യപ്പെട്ടതിൻ്റെ അടുത്തൊന്നും തുക അർഹതപ്പെട്ടതായി കിട്ടിയിട്ടില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇതിൽ മത്സ്യമേഖലയ്ക്കുണ്ടായ നഷ്ടം അതിൽ സർക്കാർ എന്താണോ ചോദിച്ചത് അത് അതുപോലെ തന്നെ കോടതി അനുവദിച്ചിട്ടുണ്ട്. 349 കോടി രൂപയാണ് ഇതിൽ നഷ്ടപരിഹാരം ചോദിച്ചത്. അത് അതുപോലെ തന്നെ കോടതി അനുവദിക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്ധന മലിനീകരണം തടയുന്ന കാര്യത്തിൽ 500 കോടി രൂപയാണ് ഇതിൽ കോടതി അനുവദിച്ചിരിക്കുന്നത്. കോടതിക്ക് ഇത് ഇത്രയും തുക അനുവദിക്കാൻ കഴിയുന്നതാണ് എന്ന് ബോധ്യപ്പെട്ട എല്ലാത്തിലും കോടതിയുടെയും ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വലിയ തുക ചോദിച്ചപ്പോൾ അതിനനുസരിച്ചുള്ള രേഖകൾ കോടതിയിലേക്ക് കൊണ്ടുവരാൻ സർക്കാരിന് കഴിഞ്ഞില്ല എന്ന് വേണം ഈ ഉത്തരവിൽ നിന്ന് മനസ്സിലാക്കാൻ. കൊച്ചിയിൽ നിന്നും ബിനിൽ, മാതൃഭൂമി ന്യൂസ്.